ശുഭദിനം. ഞാൻ ശങ്കർ ഹിമഗിരി, കൗമുദി ടി വി ന്യൂസ് ടാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഈ ഞായർ ദിന വാർത്താ ശീർഷകങ്ങളിലേക്ക് ആദ്യം തലക്കെട്ടുകൾ. വില്ലേജ് അസിസ്റ്റന്റിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം. ചെമ്പനോട വില്ലേജ് വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ അവിടെ സസ്പെൻഷനിൽ ആയ വില്ലേജ് അസിസ്റ്റന്റ് സിലീഷിന് എതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നു. ഇത് പേരാമ്പ്ര CI കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റം ചാർത്തിയിരിക്കുന്നത്. മലയാള മനോരമയിൽ കേന്ദ്രബത്ത പരിഷ്കരണം വൈകാതെ എന്ന് പ്രധാന ശീർഷകം. ഏതാണ്ട് 47 ലക്ഷം കേന്ദ്ര ജീവനക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനം കഴിഞ്ഞ് തിരികെ എത്തിയാൽ ഉടൻ 28-ന് ചേരുന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകും എന്ന് മനോരമ. മാതൃഭൂമിയിൽ കുട്ടികളുടെ എണ്ണത്തിൽ ക്രമക്കേട് കാട്ടിയാൽ അധ്യാപകരുടെ പണി പോകും. ക്ലാസ്സിൽ വിദ്യാർത്ഥികളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ച് അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ മാനേജർമാരെ അയോഗ്യരാക്കും എന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നു. ദേശാഭിമാനിയിൽ കനറ വിജയ ദേന ലയന നടപടി തുടങ്ങി. രാജ്യത്തെ വലിയ ബാങ്കുകളിൽ 4ാം സ്ഥാനമുള്ള ബാങ്കാണ് കനറ ബാങ്ക്. കനറ ബാങ്കുമായി വിജയ ദേന എന്നീ 2 ദേശസാൽകൃത ബാങ്കുകളുടെ ലയന നടപടികൾ തുടങ്ങി എന്ന് ദേശാഭിമാനി. മാധ്യമത്തിൽ ഭൂനികുതി തടസ്സം ഇല്ലാതെ സ്വീകരിക്കണം എന്ന പ്രധാന തലക്കെട്ട്. നികുതിക്ക് അന്ന് തന്നെ രസീത് നൽകണം, പരാതിപ്പെട്ടി സ്ഥാപിക്കണം. ഇതൊക്കെ റവന്യൂ വകുപ്പ് സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങളാണ്. ചെമ്പനോടയിൽ കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഊർജിത നടപടികളുമായി, കർശന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ. ഇനി മംഗളത്തിൽ നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം, വീണ്ടും പൾസർ, കത്ത് പുറത്ത് എന്ന പ്രധാന തലക്കെട്ട്. കേസ് വഴിതിരിയുകയാണ്. കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് അശ്ലീല ചിത്രങ്ങൾ പകർത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി പൾസർ സുനി എഴുതിയത് എന്ന് കരുതപ്പെടുന്ന ഒരു കത്ത് പുറത്തായിരിക്കുന്നു. ദിലീപിന് എഴുതിയ ഈ കത്ത് സംബന്ധിച്ച് ദിലീപ് 2 മാസം മുൻപ് തന്നെ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നുവെന്ന് ദിലീപ് തന്നെ ഇന്നലെ വെളിപ്പെടുത്തി. തൻ്റെ പരാതിയിലാണിപ്പോൾ ഈ കേസിൽ അന്വേഷണം നടക്കുന്നത് എന്നും ദിലീപ് പറഞ്ഞു. ഇനി ദീപികയിൽ ജനങ്ങളെ നടത്തിക്കരുത് എന്ന് വില്ലേജ് ഓഫീസുകൾക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നിർദ്ദേശം. ഭൂനികുതി അടയ്ക്കുന്നതിനും മറ്റുമായി വില്ലേജ് ഓഫീസുകളിൽ എത്തുന്നവരെ 2 തവണയിൽ കൂടുതൽ നടത്തിക്കരുത് എന്നാണ് നിർദ്ദേശം. നികുതി സ്വീകരിക്കാൻ നിയമപരമായി സാധ്യമാകുമെങ്കിൽ അന്ന് തന്നെ സ്വീകരിക്കണം. എന്തെങ്കിലും കാരണവശാൽ നികുതി അന്ന് സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അക്കാര്യം ഭൂവുടമയെ ബോധ്യപ്പെടുത്തണം. അടുത്ത തവണ തീർച്ചയായും നികുതി സ്വീകരിക്കണമെന്ന് കമ്മീഷണറുടെ ഉത്തരവ്. ഇലക്ഷൻ കമ്മീഷൻ ഡിസ്ക്വാളിഫൈസ് മിനിസ്റ്റർ ഇൻ മധ്യപ്രദേശ് എന്ന ദ ഹിന്ദുവിൻ്റെ ഹെഡ്ലൈൻ. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെറ്റായ കണക്കുകൾ നൽകി, തെരഞ്ഞെടുപ്പ് ചെലവുകൾ സംബന്ധിച്ച് തെറ്റായ കണക്കുകൾ നൽകി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിനാണ് മധ്യപ്രദേശിലെ മന്ത്രിയെ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് 3 വർഷത്തേക്ക് അയോഗ്യൻ ആക്കിയിരിക്കുന്നത്. ദ ന്യൂ സൺഡേ എക്സ്പ്രസിൽ 50.5% റിസർവേഷൻ ഫോർ ക്രീമി ലെയർ. രാജ്യത്ത് മെഡിക്കൽ പ്രവേശനത്തിന് നിലവിലുള്ള സംവരണ മാനദണ്ഡങ്ങളിൽ സംബന്ധിച്ചുള്ള ഒരു അവലോകനം ആണ്. ട്രംപ് ടു ത്രോ വൈറ്റ് ഹൗസ് ഡിന്നർ ഫോർ മോദി എന്ന് ദ സൺഡേ ടൈംസിൻ്റെ ഇന്നത്തെ ഹെഡ്ലൈൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിരാഷ്ട്ര സന്ദർശനത്തിന് എത്തിയിരിക്കുകയാണ്. ഇന്നലെ പോർച്ചുഗലിലായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അമേരിക്കയിലെത്തും. ചൊവ്വാഴ്ച നെതർലൻഡ്സിലാണ്. അവിടെ അമേരിക്കയിൽ ട്രംപ് മോദി കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടരുന്നതുമായി ബന്ധപ്പെട്ടാണ് സൺഡേ ടൈംസിൻ്റെ ഹെഡ്ലൈൻ. നമുക്ക് ഇനി വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. വില്ലേജ് അസിസ്റ്റന്റിന് എതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് കേരള കൗമുദിയുടെ പ്രധാന തലക്കെട്ട്. ഇത് കോഴിക്കോട് പേരാമ്പ്ര ചെമ്പനോട വില്ലേജിൽ കഴിഞ്ഞ ബുധനാഴ്ച നികുതി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചതിൻ്റെ പേരിൽ ജോയ് എന്ന കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അതിൻ്റെ തുടർ നടപടി ആണ്. അവിടെ നിലവിൽ സസ്പെൻഷനിൽ ആയ വില്ലേജ് അസിസ്റ്റന്റിന് എതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നു. ഇത് പേരാമ്പ്ര CI കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത്. അതേസമയം സസ്പെൻഷനിൽ ഉള്ള വില്ലേജ് ഓഫീസർക്കും ഈ പറഞ്ഞ വില്ലേജ് അസിസ്റ്റന്റിനും എതിരെ ലോകായുക്ത സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. 2 പേരും ജൂലൈ 7-ന് മുൻപ് നേരിട്ട് ഹാജരാകണം എന്ന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്നലെ ചെമ്പനോടയിൽ റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി PH കുര്യൻ്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പും അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കലും നടന്നു. അതിനുശേഷം PH കുര്യൻ റവന്യൂ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളും വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. ജോയിയുടെ ഫയലുകളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളോട് PH കുര്യൻ വെളിപ്പെടുത്തി.
ഇനി മറ്റു വാർത്തകളിലേക്ക്. ദിലീപിനെ കുടുക്കും വിധമുള്ള കത്ത് പുറത്ത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ കേസ് വല്ലാതെ വഴിതിരിയുകയാണ്. ഇന്നലെ പുറത്തു വന്നത് ഈ കേസിൽ അറസ്റ്റിലായി കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുന്ന മുഖ്യപ്രതിയായ പൾസർ സുനി 2 മാസം മുൻപ് നടൻ ദിലീപിന് എഴുതിയത് എന്ന് കരുതപ്പെടുന്ന ഒരു കത്ത് പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ ദിലീപിനെ കുടുക്കും വിധമുള്ള ചില പരാമർശങ്ങൾ ഉണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിൻ്റെ പേര് പുറത്തു പറയാതെ ഇരിക്കണമെങ്കിൽ 1.5 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ജയിലിൽ പൾസർ സുനിക്ക് ഒപ്പം കഴിഞ്ഞു എന്ന് കരുതുന്ന ഒരാൾ ഈ കത്തിൽ തന്നെ വിഷ്ണു എന്ന പേര് പരാമർശിക്കുന്ന ഒരാളുടെ കൈവശം ഈ കത്ത് കൊടുത്തയച്ചു എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഈ കത്ത് ലഭിച്ച ഉടൻ തന്നെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ദിലീപ് അന്ന് തന്നെ, അതായത് 2 മാസം മുൻപ് ഏപ്രിൽ 20 തന്നെ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. ഇതിൽ ഇന്നലെ ദിലീപ് വളരെ വിശദമായ ദൃശ്യമാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. ഈ കത്തിൻ്റെ കാര്യമൊക്കെ ദിലീപ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കത്തും കത്തിൻ്റെ പകർപ്പും അതിന് ശേഷം തന്നോട് പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണി സ്വരത്തിൽ ഈ കാക്കനാട് ജില്ലാ ജയിലിൽ കഴിഞ്ഞിരുന്ന വിഷ്ണു എന്നൊരാൾ തൻ്റെ സഹായിയെ വിളിച്ചതിൻ്റെ ഓഡിയോ ടേപ്പ് സഹിതം ആണ് പോലീസ് മേധാവിക്ക് ദിലീപ് പരാതി നൽകിയത്. ഇനി മറ്റൊരു വാർത്ത. വീട്ടമ്മയെയും മകൻ്റെ കൂട്ടുകാരനെയും കെട്ടിയിട്ട് മർദ്ദിച്ചു. സദാചാര ഗുണ്ടകളുടെ വിളയാട്ടം തുടരുന്നു. ഇത് തിരുവനന്തപുരം കൊല്ലം അതിർത്തിയിലെ ചിതറയിൽ നിന്നുള്ള വാർത്ത. ഇത് കഴിഞ്ഞ 12-ാം തീയതി നടന്ന സംഭവമാണ്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് വീട്ടമ്മ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയിരിക്കുന്നു. 12-ാം തീയതിയാണ് ഈ സംഭവം നടന്നത് എങ്കിലും അന്ന് കടയ്ക്കൽ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നെങ്കിലും യുവാവിൻ്റെ പരാതിയിൽ ചിലരെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അവരെ ജാമ്യത്തിൽ വിടുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും ഒക്കെ ചെയ്തെങ്കിലും തൻ്റെ പരാതി അവഗണിച്ചു എന്ന് വീട്ടമ്മ പരാതിപ്പെടുന്നു. വീട്ടമ്മ പരാതിയിൽ പറയുന്ന സംഭവം ഇങ്ങനെയാണ്. ഈ ആരോപിക്കപ്പെടുന്ന ദിവസം മകൻ്റെ സുഹൃത്ത് വീട്ടിൽ ഉണ്ടായിരുന്നു. രാത്രി ബഹളം വെച്ചെത്തിയ ചില പരിസരവാസികൾ തങ്ങളെ വിളിച്ചിറക്കി മുറ്റത്ത് വെച്ച് മർദ്ദിക്കുകയും മരത്തിൽ കെട്ടിയിടുകയും ചെയ്തു. തൻ്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറാൻ ശ്രമിക്കുകയും ചെയ്തു. പോലീസ് തൻ്റെ പരാതി അവഗണിച്ചു എന്ന് വീട്ടമ്മ പോലീസ് സൂപ്രണ്ടിന് നൽകിയ പരാതിയിൽ പറയും. ഇനി ചെറിയ പെരുന്നാൾ നാളെ. ഇന്നലെ ശവ്വാൽ മാസപ്പിറവി കാണാത്തതിനാൽ ഇന്ന് നോമ്പ് പൂർത്തിയാക്കി നാളെ ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ തീരുമാനം ആയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിൽ ചേർന്ന ഇമാമുമാരുടെ യോഗം ആണ്. അതുപോലെ തന്നെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ഭാരവാഹികളുമാണ് ഈ തീരുമാനം എടുത്തത്. അതുകൊണ്ട് നാളെ ആണ് ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ. നാളെ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും നാളെ പൊതു അവധി ആയിരിക്കും. സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളെയും ഈ അവധിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുടങ്ങിയ വിശദാംശങ്ങളും കേരള കൗമുദി നൽകിയിരിക്കുന്നു. നമുക്കിനി മലയാള മനോരമയുടെ 1-ാം പേജ് കൂടി നോക്കാം. കേന്ദ്രബത്ത പരിഷ്കരണം വൈകാതെ. ഇത് AK മാത്തൂർ അധ്യക്ഷൻ ആയ 7-ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശകൾ 1 വർഷം മുൻപ് നടപ്പാക്കിയപ്പോൾ കേന്ദ്ര ജീവനക്കാരുടെ അലവൻസുകൾ സംബന്ധിച്ച് ബത്തകൾ സംബന്ധിച്ച് അന്ന് തീരുമാനമെടുത്തിരുന്നില്ല. ഇക്കാര്യത്തിൽ ഈ 28-ാം തീയതി ചേരുന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കും എന്ന് കരുതുന്നു. വീട്ടുവാടക അലവൻസിൽ വർധനവ് ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശകൾ അനുസരിച്ച് ശമ്പളം വർദ്ധിപ്പിച്ചെങ്കിലും അലവൻസുകൾ വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കാനായിരുന്നു ഇതിലെ ശുപാർശ. തുടർന്ന് ജീവനക്കാരുടെ സംഘടനകൾ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും പ്രക്ഷോഭം നടത്തുകയും ഒക്കെ ചെയ്തു. തുടർന്നാണ് ഇതിലുള്ള തീരുമാനം മാറ്റിവെച്ചത്. ഇത് എന്തായാലും 1 വർഷം കഴിയുന്നു ശമ്പള പരിഷ്കരണം നടപ്പായിട്ട്. ഇപ്പോൾ അലവൻസുകൾ, അതായത് ഈ അന്ന് AK മാത്തൂർ അധ്യക്ഷനായ സമിതി ശുപാർശ ചെയ്തത് കേന്ദ്ര ജീവനക്കാർക്ക് ആകെ ഉള്ളത് 196 തരം അലവൻസുകളാണ്. ഇതിൽ കാര്യമായ വെട്ടിക്കുറയ്ക്കലുകൾ വരുത്തണം എന്ന് കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നു. 52 അലവൻസുകൾ പൂർണ്ണമായും റദ്ദാക്കുകയും 36 അലവൻസുകൾ പരസ്പരം ലയിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അലവൻസുകളുടെ എണ്ണം ആകെ 108 ആക്കി പരിമിതപ്പെടുത്തണമെന്നായിരുന്നു ശുപാർശ. എന്തായാലും ഇക്കാര്യത്തിൽ 28-ാം തീയതിയോടുകൂടി ഒരു അന്തിമ തീരുമാനമുണ്ടാകും. അന്ന് തന്നെ ഇത് പ്രാബല്യത്തിൽ വരും. ഈ വീട്ടുവാടക അലവൻസ് വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ അതേ തുടർന്നുള്ള പ്രയോജനം ജൂലൈ മാസത്തിലെ ശമ്പളത്തിൽ തന്നെ ഉണ്ടാകും എന്നും മനോരമയുടെ റിപ്പോർട്ട്. നടിക്ക് നേരെ ആക്രമണം, കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്ത് എന്ന വാർത്ത മനോരമയും 1-ാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിനൊപ്പം ദിലീപിൻ്റെ സുഹൃത്തായ നാദൃഷയുടെയും പ്രതികരണം ഉണ്ട്. ദിലീപിന് ഇത്തരത്തിലൊരു കത്ത് ലഭിച്ചതായും ദിലീപിന് ഈ ഭീഷണി സ്വരത്തിൽ ടെലിഫോൺ സന്ദേശം ലഭിച്ചതായും നാദൃഷ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നെയും സിനിമകളെയും തകർക്കാനുള്ള ശ്രമം ആണ് നടക്കുന്നത് എന്നാണ് ദിലീപിൻ്റെ പ്രതികരണം.
ഇതിൽ ഈ വിഷ്ണു കാക്കനാട് ജില്ലാ ജയിലിൽ കഴിഞ്ഞിരുന്ന വിഷ്ണു പൾസർ സുനിക്കൊപ്പം കഴിഞ്ഞിരുന്ന വിഷ്ണു എന്നൊരാളാണ് ഈ കത്തുമായി വന്നത് എന്ന് പറയുന്നുണ്ട്. ദിലീപ് പറയുന്നത് ഇയാൾ പറയുന്ന പല പ്രമുഖരും താനുമായി വളരെ അടുപ്പം ഉള്ളവരാണ്. ഇക്കാര്യം പക്ഷേ അതൊന്നും താൻ വിശ്വസിക്കുന്നില്ല. ഇക്കാര്യം ഈ ബന്ധപ്പെട്ടവരുമായി താൻ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, തന്നെയും കുടുംബ സദസ്സുകളിൽ തനിക്കുള്ള സ്വീകാര്യതയെയും തൻ്റെ സിനിമകളെയും തകർക്കാനുള്ള ഗൂഢശ്രമം ചില ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഇത്തരം ഭീഷണികൾക്ക് ഒന്നും വഴങ്ങുകയില്ല. നിയമപരമായി ഇതിനെ നേരിടാൻ തന്നെയാണ് തീരുമാനം എന്ന് ദിലീപ്. ഒപ്പം നാദിർ ഷാ പറയുന്നു, ദിലീപിൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയിൽ തനിക്കും നിരവധി ഫോൺ കോളുകൾ എത്തുന്നു. ദിലീപിനോട് പറയാനുള്ള കാര്യങ്ങൾ തന്നോടാണ് പല കേന്ദ്രങ്ങളിൽ നിന്നുള്ളവർ വിളിച്ച് പറയുന്നത് എന്ന് നാദിർഷയുടെ പ്രതികരണവും ഇതിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ 1-ാം പേജ് വാർത്ത, കുട്ടികളുടെ എണ്ണത്തിൽ ക്രമക്കേട് കാട്ടിയാൽ അധ്യാപകരുടെ പണി പോകും. കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടി അധ്യാപക തസ്തികകൾ നിലനിർത്താനോ കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കാനോ ശ്രമിച്ചാൽ അധ്യാപകരുടെ പണി പോകും എന്ന് മാത്രമല്ല മാനേജർമാരെ അയോഗ്യരാക്കുമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നു. അതിന് കർശന നടപടികൾ സ്വീകരിക്കും എന്ന്. അതായത് ഈ സ്കൂളിൻ്റെ 6-ാം പ്രവൃത്തി ദിവസം കുട്ടികളുടെ എണ്ണം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ സമ്പൂർണ്ണ എന്ന സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യേണ്ടത് കുട്ടികളുടെ ആധാർ നമ്പർ സഹിതമാണ്. മുൻവർഷം വയോധികരായ ചിലരുടെ ആധാർ നമ്പറുകൾ കുട്ടികളുടേത് എന്ന മട്ടിൽ ഇതുപോലെ ഓൺലൈനിൽ നൽകിയിരുന്നു. ഇത്തരം ക്രമക്കേടുകൾ അനുവദിക്കുകയില്ല. ക്രിമിനൽ കുറ്റമായി കണക്കാക്കും ഇല്ലാത്ത കുട്ടികളുടെ പേര് ചേർക്കുന്നത് തുടങ്ങിയ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ അധ്യാപക ബാങ്ക് പരിഷ്കരിക്കും. ഈ ജൂലൈ 15-ന് ശേഷം, വരുന്ന ജൂലൈ 15-ന് ശേഷം ഇങ്ങനെ കുട്ടികളുടെ കണക്ക് എടുത്തു നോക്കുമ്പോൾ സ്കൂളുകളിൽ നിന്ന് ഇല്ലാതാകുന്ന അധ്യാപക തസ്തികകളിൽ അധ്യാപകരെ തുടരാൻ അനുവദിക്കുകയില്ല. മതിയായ യോഗ്യത ഉള്ളവരെ സംരക്ഷിക്കും, അവരുടെ അധ്യാപക ബാങ്കിലേക്ക് മാറ്റും തുടങ്ങിയ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട്. ഇനി മാതൃഭൂമിയുടെ ഉൾപേജിൽ ത്രിരാഷ്ട്ര സന്ദർശനം, മോദി പോർച്ചുഗലിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം, അതായത് പോർച്ചുഗലും അമേരിക്കയും നെതർലൻഡ്സുമാണ് നരേന്ദ്രമോദി ഈ യാത്രയിൽ സന്ദർശിക്കുന്നത്. ഇന്നലെ അദ്ദേഹം പോർച്ചുഗലിൽ എത്തി. അവിടെ പ്രധാനമന്ത്രി അന്റോണിയോ കോസ്റ്റയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും ആയി നിർണായകമായ 11 കരാറുകളിൽ ഒപ്പുവെച്ചു. അദ്ദേഹം ഇന്ന് അമേരിക്കയിലെത്തും. ലോകം കാത്തിരിക്കുന്ന ട്രംപ് മോദി കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് മുന്നോടിയായി ഇന്ത്യയുടെയും അമേരിക്കയുടെയും വിദേശകാര്യ സെക്രട്ടറിമാർ തമ്മിൽ ഇന്നലെ ചർച്ച നടത്തി. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി റെക്സ് ടിലേഴ്സൺ അദ്ദേഹവും ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കറും തമ്മിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. വിവിധ നയതന്ത്ര സഹകരണം, ഭീകരവിരുദ്ധ പോരാട്ടം എന്നിവയിൽ ഒക്കെ കൂടുതൽ ശക്തമായി ഒരുമിച്ച് ഉള്ള പോരാട്ടത്തിന് വഴിയൊരുക്കുന്നതാണ് ഈ സന്ദർശനം എന്ന് കരുതുന്നു. നെതർലൻഡ്സ് കൂടി സന്ദർശിച്ചതിന് ശേഷമാണ് 28-ന് മുൻപ് മോദി തിരികെ എത്തുക. നമുക്ക് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട 1-2 മുഖപ്രസംഗ വിഷയങ്ങൾ നോക്കാം. കേരള കൗമുദിയുടെ ഇന്നത്തെ മുഖപ്രസംഗം വളരെ ശ്രദ്ധേയമാണ്. തലസ്ഥാനത്തിൻ്റെ മുഖം കൂടുതൽ തിളങ്ങട്ടെ. ഇത് ദേശീയ നഗര വികസന പദ്ധതി അനുസരിച്ച് അതിൻ്റെ 2-ാം ഘട്ടത്തിൽ തിരുവനന്തപുരം കൂടി ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 1-ാം ഘട്ടത്തിൽ 60 നഗരങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ കേരളത്തിൽ നിന്ന് കൊച്ചി മാത്രമാണ് ഉൾപ്പെട്ടിരുന്നത്. ഇപ്പോൾ അടുത്ത ഘട്ടത്തിൽ തിരുവനന്തപുരം തലസ്ഥാന നഗരം കൂടി പദ്ധതിയിൽ വന്നിരിക്കുന്നു. തലസ്ഥാനത്തിൻ്റെ മുഖം 5 വർഷം കൊണ്ട് കൂടുതൽ തിളക്കമാർന്നതാകും. നഗരവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിനുമായി ആകെ 1538 കോടി രൂപയാണ് ഈ പദ്ധതി അനുസരിച്ച് സംസ്ഥാനത്തിന് ലഭിക്കുക. ഒപ്പം ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടിയുണ്ട്. പലപ്പോഴും ഇത്തരം കേന്ദ്ര പദ്ധതികൾ ഫലവത്താകാതെ പോകുന്നത് സംസ്ഥാനത്തിൻ്റെ പിടിപ്പുകൊണ്ട് ആയിരിക്കും. ഫണ്ട് ലഭിക്കാത്തത് കൊണ്ടായിരിക്കില്ല. പദ്ധതികൾ നടത്തുന്നതിലെ വീഴ്ച, വിവിധ വകുപ്പുകളുടെ ഏകോപനം ഇല്ലായ്മ, കൃത്യസമയത്ത് ഈ പദ്ധതികൾ പൂർത്തിയാക്കാത്തത് മൂലം ഫണ്ട് റദ്ദായി പോവുക തുടങ്ങിയ കാര്യങ്ങൾ ഇതൊക്കെ പതിവായി സംഭവിക്കുന്നതാണ്. ഈ പദ്ധതിയുടെ കാര്യത്തിലെങ്കിലും അങ്ങനെ സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് കേരള കൗമുദിയുടെ മുഖപ്രസംഗം. അതേസമയം മാതൃഭൂമി എന്ന് നൽകിയിരിക്കുന്നത് ഉണരട്ടെ പുതിയൊരു ഗതാഗത സംസ്കാരം എന്ന ശീർഷകത്തിൽ. കേരളം പുതിയൊരു ഗതാഗത സംസ്കാരത്തിലേക്ക് ചുവടുവെക്കുകയാണ്. കൊച്ചി കേന്ദ്രമാക്കി, അതായത് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ഏകോപനം മെട്രോയുടെ വരവോടുകൂടി കൊച്ചിയിൽ സാധ്യമാകാൻ പോകുന്നു. ഇതിനായി കേരള മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ആശയം ആണ് ഇനി അത് സംബന്ധിച്ചുള്ള കരട് ബിൽ സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്നു. കേരള മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് ബിൽ ഇത് അടുത്ത ദിവസം തന്നെ അടുത്ത സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കും. അതായത്
വിവിധ പൊതുഗതാഗത സംവിധാനങ്ങൾ ഏകോപിപ്പിച്ച് എന്ന് പറഞ്ഞാൽ ബസ്സിലാണെങ്കിലും മെട്രോയിലാണെങ്കിലും ഓട്ടോറിക്ഷയിലാണെങ്കിലും ഒരൊറ്റ ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ അവസരം നൽകുന്ന സംവിധാനമാണ് ഈ പറഞ്ഞ ഉണ്ട എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ട് ബസ്സുകളുടെ ഏതാണ്ട് 1500 ബസ്സുകളുടെ ഒരു സൊസൈറ്റി കൊച്ചിയിൽ രൂപീകരിച്ച് കഴിഞ്ഞു. മാത്രമല്ല ഓട്ടോറിക്ഷകൾ 15,000 ഓട്ടോറിക്ഷകൾ ഉൾപ്പെടുന്ന ഒരു സൊസൈറ്റി. ഇതിനെ എല്ലാം മെട്രോയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. എന്ന് പറഞ്ഞാൽ മെട്രോ എത്താത്ത സ്ഥലങ്ങളിലും ഒരേ ടിക്കറ്റ് ഉപയോഗിച്ച് ആളുകൾക്ക് ബസ്സിലും ഓട്ടോറിക്ഷയിലുമൊക്കെ സഞ്ചരിക്കാവുന്ന സംവിധാനം. ഇത് ഇന്ത്യക്ക് തന്നെ ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയാണ്. ഇത്തരത്തിലൊരു പൊതുഗതാഗത സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതി എന്ന് മാതൃഭൂമിയുടെ മുഖപ്രസംഗം. നമുക്ക് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കളിക്കളം വാർത്ത കൂടി, ഒരു കായിക വാർത്ത കൂടി നോക്കാം. സ്ത്രീത്വം തിളങ്ങുന്നു എന്ന കേരള കൗമുദിയുടെ പ്രധാന കായിക വാർത്ത. ഇത് ഇന്ത്യൻ ബാഡ്മിൻ്റൺ സെൻസേഷനായ കെ ശ്രീകാന്ത്, അദ്ദേഹം ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ സീരീസിൻ്റെ ഫൈനലിൽ എത്തിയിരിക്കുന്നു. ചൈനയുടെ 3ാം സീഡായ ഷി യുഖിയെ കീഴടക്കിയാണ് ശ്രീ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നത് എന്നും കേരള കൗമുദിയുടെ റിപ്പോർട്ട്. നമുക്കിനി ഒന്ന് ഞായർ വായനാ വിഷയങ്ങളിലൂടെ കടന്നു പോകാം. വലിയ ശസ്ത്രക്രിയകളുടെ വേഗാധിപൻ എന്ന ശീർഷകത്തിൽ കേരള കൗമുദിയുടെ ഞായർ പതിപ്പായ വാരാന്ത്യ കൗമുദിയുടെ ഇന്നത്തെ പ്രധാന ഫീച്ചർ. സംസ്ഥാനത്ത് ഈ ലാപ്പറോസ്കോപ്പിക് ശസ്ത്രക്രിയകൾ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ചികിത്സകൻ ആണ് ലാപ്പറോസ്കോപ്പിക് സർജനും റോബോട്ടിക് സർജനും ഒക്കെയാണ് ഡോക്ടർ ബൈജു സേനാധിപൻ. അദ്ദേഹം ഈ ലാപ്പറോസ്കോപ്പിക് ശസ്ത്രക്രിയ സാങ്കേതികവിദ്യ പഠിക്കുന്നതിനായി നടത്തിയ ശ്രമങ്ങളുടെ ആവേശമുണർത്തുന്ന കഥയാണ് വാരാന്ത്യ കൗമുദി ഇന്ന് വായനയ്ക്കായി നൽകുന്നത്. അതേസമയം സ്നേഹച്ചിതൽ എന്ന ശീർഷകത്തിൽ മലയാള മനോരമ ഞായറാഴ്ച സഫിയ ഹനീഫ് എന്ന അസാധാരണ സ്ത്രീയുടെ കഥ പറയുന്നു. വിധവ ആയി പോയതുകൊണ്ട് ഏകാന്തമായ ജീവിതം നയിക്കേണ്ടി വന്നെങ്കിലും തളരാതെ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ചിതൽ എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം നൽകിയ യുവതിയുടെ സഫിയയുടെ കഥയാണ് സ്നേഹച്ചിതൽ എന്ന ശീർഷകത്തിൽ മനോരമ വായനയ്ക്കായി നൽകുന്നത്. ഇതാ ഒരു മനുഷ്യൻ എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ വാരാന്ത്യ പതിപ്പിൻ്റെ മുഖ ഫീച്ചർ. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഒരുപോലെ ആലംബം ആകുന്ന ഒരാൾ. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യർ ചേരിതിരിയുന്ന ഒരു കാലത്ത് മുഴുവൻ മലയാളികൾക്കും വായിക്കാൻ ജലാലുദ്ദീൻ്റെ ജീവിതകഥ ഈ ചെറിയ പെരുന്നാൾ ആഘോഷ വേളയിൽ മുന്നോട്ട് വയ്ക്കുകയാണ് മാതൃഭൂമിയുടെ വാരാന്ത്യ പതിപ്പ്. ന്യൂസ് ട്രാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഇന്നത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭ വർത്തമാനങ്ങൾ മാത്രം പിറക്കട്ടെ ഈ നല്ല ദിവസം എന്ന പ്രാർത്ഥനയോടെ, ചെറിയ പെരുന്നാൾ ആശംസകളോടെ. ഒപ്പം ഇന്ന് കേരള കൗമുദി ഇന്ന് റംസാൻ പ്രമാണിച്ച് ഇന്ന് അവധി, ഓഫീസും പ്രസ്സും അവധി ആയതിനാൽ നാളെ കേരള കൗമുദി പ്രസിദ്ധീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ന്യൂസ് ട്രാക്കിനും നാളെ ഒരു ദിവസത്തേക്ക് അവധി. പുതിയ വാർത്തകളും വ്യാഖ്യാനങ്ങളുമായി കാണാം അടുത്ത ദിവസം ചൊവ്വാഴ്ച രാവിലെ 8:30 ന്യൂസ് ട്രാക്കിൽ വീണ്ടും. നമസ്കാരം.